ട്രംപും ബൈഡനും ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ട്രംപ് പറഞ്ഞത് നിർത്തുമെന്ന് തന്നെ പറയുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം അദ്ദേഹം അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഉക്രൈനും റഷ്യയും ഒരു പീസ് ടോക്കിലേക്ക് ഇവർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉക്രൈന് കൊടുക്കുന്ന സൈനിക സഹായവും നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഡിബേറ്റിൽ വാർ ക്രിമിനൽ എന്നാണ് പുടിനെ ബൈഡൻ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. പക്ഷേ സെറ്റിൽ ചെയ്യും എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ളത്. റഷ്യ ഉക്രൈൻ പ്രോബ്ലം സെറ്റിൽ ചെയ്യും, സോൾവ് ആക്കും. ബില്യൺ കണക്കിന് പൈസയാണ് കളഞ്ഞിട്ടുള്ളത്. മനുഷ്യ ജീവനുകൾ ഒരുപാട് പോയി എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് അവസാനിപ്പിക്കും എന്നത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അമേരിക്ക ജനത ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. വലിയ അയൺ ഡോം ഉണ്ടാക്കി വെക്കും. എന്തിന് ഏറ്റവും ബെസ്റ്റ് അയൺ ഡോം ഉണ്ടാക്കി വെക്കും എന്നാണ് പറഞ്ഞത്. ഇസ്രായേലിൻ്റെ അടുത്താണ് ഇപ്പോൾ അയൺ ഡോമിൻ്റെ ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടി വലിയ അയൺ ഡോം ഉണ്ടാക്കി വെക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹം മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇറാന് അമേരിക്ക കുറച്ച് വലിയ സഹായം നൽകി, അപ്പോൾ അതുകൊണ്ട് ഹമാസ് വലിയ രീതിയിൽ വളർന്നു, അങ്ങനെയാണ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കിയിരുന്നത് എന്നാണ് പറഞ്ഞത്. ബൈഡൻ പറഞ്ഞത് സൈനിക സഹായമാണ് കൊടുത്തത്, പൈസ കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ലിക്വിഡ് ഗോൾഡ് ഉണ്ട് അമേരിക്കൻ ഭൂമിക്ക് താഴെ, മണ്ണിന് താഴെ. സൗദി അറേബ്യനേക്കാളും റഷ്യയേക്കാളും ഉണ്ട്. അതൊക്കെ ഞാൻ കണ്ടെത്തിയാണ്ട് ഒക്കെ സൂപ്പറാക്കി വെക്കുന്ന പറയുന്നത്. ഓയിലായിരിക്കും ഉദ്ദേശിച്ച്. വെപ്പൺ ലെവലിൽ വലിയ മെച്ചം ഉണ്ടാക്കും. ആയുധങ്ങളൊക്കെ അത്രയും ശക്തമുള്ള ആയുധങ്ങൾ ഉണ്ടാക്കും എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. സമാധാനം ഉണ്ടാക്കും, അമേരിക്കൻ ജനതയ്ക്ക് സെക്യൂരിറ്റി ഉറപ്പ് വരുത്തും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലെയും റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെയും ഒക്കെ വീഴ്ചകളെയൊക്കെ ബൈഡനെ വലിയ രീതിയിൽ വിമർശിച്ച് ട്രംപിൻ്റെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ട്രംപ് വിജയിക്കുന്ന അവസ്ഥയിലേക്ക് കേട്ടോ കാര്യങ്ങൾ പോകുന്നത്. ഈ ഇലക്ഷന് ബൈഡന് വയസ്സായത് കൊണ്ടുള്ള വോട്ടെടുക്കുന്നതിൽ നിന്ന് ഒരുപാട് പേര് പിറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഈ റഷ്യ ഉക്രൈൻ ഇൻവേഷൻ അതിലെങ്ങനെയാണ് അവർ അമേരിക്കൻ ജനത കാണുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇസ്രായേൽ ഫലസ്തീൻ എന്നുള്ള വിഷയത്തിൽ ഹമാസിനെതിരെ തന്നെയാണ് ട്രംപ് ഉള്ളത്. പക്ഷേ ഈ പ്രോബ്ലം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് അറിയത്തില്ല. അദ്ദേഹം ഇസ്രായേലിൻ്റെ കൂടെയാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ അത് കാണേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത് അറിയാലോ, ഖാസിം സുലൈമാനി എന്ന് പറയുന്ന ഇറാൻ്റെ ജനറൽ, ടോപ്പ് കമാൻഡർ, ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത് ട്രംപിൻ്റെ ഭരണകാലത്തായിരുന്നു. അതും അമേരിക്കൻ്റെ ഡ്രോൺ അറ്റാക്ക്, അതും ബാഗ്ദാദിൽ നിന്ന് അദ്ദേഹം വിമാനം ഇറങ്ങി കാറിൽ സഞ്ചരിക്കുമ്പോൾ. അത്രയും വലിയൊരു ടോപ്പ് കമാൻഡർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പോലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല, മനസ്സിലല്ലേ? അപ്പോൾ ഇപ്പോഴും അത്രയും കൊല്ലപ്പെട്ടിട്ട് ഇപ്പോഴും ആ ഒരു പേര് ഇപ്പോഴും മുഴങ്ങി നിൽക്കുന്ന ഒരു പേരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇറാനോടുള്ളതും ഇറാൻ റവല്യൂഷണറി ഗാർഡിനോടും അതുവഴി അപ്പോൾ പിന്നെ ഹിസ്ബുള്ളയോടും ഹൂത്തികളോടൊക്കെയുള്ള നിലപാട് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. എന്തായാലും റഷ്യ ഉക്രൈൻ യുദ്ധം അദ്ദേഹത്തിന് അവസാനിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ നേട്ടം തന്നെയായിരിക്കും. അമേരിക്കൻ ജനത ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. ട്രംപിൻ്റെ മേൽ മറ്റുള്ള ചില വിവാദങ്ങൾ വേറെയുണ്ട്, അതും ഒക്കെ മാറ്റുരസപ്പെടും.